നമസ്കാരം. ഏവർക്കും ഭക്തമാനസം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ശകടാസുരന്റെ കഥയാണ് പറയുന്നത്. ആരാണ് ശകടാസുരൻ എന്നറിയാമോ? ശ്രീകൃഷ്ണനെ കൊല്ലാൻ വേണ്ടി കംസരാജാവ് പറഞ്ഞയച്ച ഒരു അസുരൻ. പൂതന വിഷപ്പാല് നൽകി ഉണ്ണിക്കണ്ണനെ കൊല്ലാൻ ശ്രമിച്ചുവെങ്കിലും ശ്രീകൃഷ്ണന് പകരം പൂതനയാണ് ചത്തത്. രാക്ഷസി ചത്തുവീണ വാർത്ത അറിഞ്ഞപ്പോൾ കംസരാജാവിന് ഭയമായി. അമ്പാടിക്കുട്ടൻ നിസാരക്കാരനല്ല, ഭയങ്കരൻ തന്നെ. അവൻ തൻ്റെ അന്തകൻ തന്നെയാണോ എന്ന് കംസന് സംശയം വർദ്ധിച്ചു വന്നു. ഇനി എന്തു വേണം? രാക്ഷസന്മാരിൽ ധാരാളം മായാവികളുണ്ട്. കംസൻ അവരെയൊക്കെ രഹസ്യമായി കൊട്ടാരത്തിൽ വരുത്തി. എന്നിട്ട് വളരെ രഹസ്യമായി കുഞ്ഞിനെ കൊല്ലാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ശകടൻ എന്ന അസുരനാണ് ഉണ്ണിക്കണ്ണനെ കൊല്ലാൻ തയ്യാറായി മുന്നോട്ട് വന്നത്. അന്ന് അമ്പാടിക്കണ്ണന്റെ പിറന്നാളായിരുന്നു. പിറന്നാൾ കാത്തിരിക്കാത്തവരുണ്ടോ? പിറന്നാൾ വരുന്നത് എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ്. അന്ന് മധുര പലഹാരങ്ങൾ കിട്ടും. അച്ഛനും അമ്മയും പുത്തനുടുപ്പും കളിക്കോപ്പുകളും വാങ്ങിത്തരും. പിന്നെ കൂട്ടുകാരുടെ വരവായി ബഹളമായി. അവരോടൊപ്പം കളിക്കാം. എന്ത് രസമല്ലേ! കണ്ണൻ കൊച്ചു കുഞ്ഞല്ലേ. അവൻ സ്വയം ആഘോഷിക്കാനായി അത്രയൊന്നും വളർന്നില്ലല്ലോ. അതുകൊണ്ട് പിറന്നാൾ വലിയവർ ആഘോഷിക്കാൻ തീരുമാനിച്ചു. നാട്ടിലുള്ള ഗോപസ്ത്രീകളും ഗോപപാലന്മാരും ഒക്കെ എത്തിച്ചേർന്നു കണ്ണനെ കാണുവാനായി. ബന്ധുമിത്രാദികൾ എത്തിച്ചേർന്നു. പൂജാരിമാർ വന്നു. ബ്രാഹ്മണർ മന്ത്രം ചൊല്ലി കുഞ്ഞിനെ ആശീർവദിച്ചു. പ്രത്യേകം പൂജകളും ഹോമങ്ങളും നടന്നു. യശോദയും നന്ദഗോപനും ഉണ്ണിക്കണ്ണനു വേണ്ടി പ്രാർത്ഥിച്ചു. അവർ ബ്രാഹ്മണർക്ക് അന്നവും ധനവും വസ്ത്രദാനവും ചെയ്തു. ക്ഷണിക്കപ്പെട്ടവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ നന്ദഗോപൻ കൊട്ടാരത്തിൽ ഓടി നടന്നു. അതിനിടയ്ക്ക് ഉണ്ണിക്കണ്ണൻ ഉറങ്ങിപ്പോയി. ആരോ യശോദയോട് വന്ന് ഉണ്ണി ഉറങ്ങിയ കാര്യം പറയുകയും ചെയ്തു. യശോദ കണ്ണനെ എടുത്ത് ഒഴിഞ്ഞൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ബഹളത്തിൽ കിടന്നാൽ പെട്ടെന്ന് ഉണർന്നാലോ? കുറച്ചു നേരം സുഖമായി ഉറങ്ങട്ടെ. തനിക്കാണെങ്കിൽ മറ്റു കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യാം. ഉണ്ണിക്കണ്ണനെ ഒരിടത്ത് കിടത്തി. കൂടെ അല്പനേരം യശോദയും കിടന്നു. കൈകൊണ്ട് പതുക്കെ ഉണ്ണിയെ ഒന്ന് തട്ടിപ്പൊത്തി. നല്ല ഉറക്കം തന്നെയെന്ന് ഉറപ്പുവരുത്തി എഴുന്നേറ്റു. കണ്ണന്റെ അടുത്ത് ഒരു വണ്ടി കിടപ്പുണ്ടല്ലോ. യശോദ അത് കണ്ടെങ്കിലും സാരമാക്കിയില്ല. അവൻ കൊച്ചു കുഞ്ഞല്ലേ, എഴുന്നേറ്റ് നടന്ന് കയറി കളിക്കേണ്ട പ്രായമായിട്ടില്ല. പിന്നെ ഭയപ്പെടുന്നതെന്തിന്? യശോദ അവിടെ നിന്നും പോന്നു. മറ്റു കാര്യങ്ങളിൽ മുഴുകുകയും ചെയ്തു. കണ്ണൻ ഉണർന്നാൽ അറിയിക്കണം. അവന്റെ ചുറ്റും കൂടി നിൽക്കുന്ന ഗോപബാലന്മാരെ യശോദ ചട്ടം കെട്ടി. ബാലന്മാരൊക്കെ കണ്ണന്റെ കാവൽക്കാരായി നിന്നു. ആരെങ്കിലും ബഹളം വെച്ചാൽ അവർ ഓടി അടുത്തെത്തും. എന്നിട്ടോ കണ്ണനെ ഉണർത്തരുതെന്ന് അവരോട് പറയും. എന്തെങ്കിലും ശബ്ദം കേട്ടാലോ അവർ എത്തി നോക്കും. അവൻ ഉണരുന്നുണ്ടോ എന്നൊക്കെ നോക്കി നിൽപ്പാണ്. പെട്ടെന്ന് ഒരു കൂട്ടക്കരച്ചിൽ ഉയർന്നു. ഉണ്ണിക്കണ്ണന്റെ അടുത്ത് നിന്നാണല്ലോ. നിലവിളി മാത്രമല്ല, എന്തൊക്കെയോ ചടപടാ വീഴുന്ന ശബ്ദവും കേട്ടു. ബഹളം കേട്ട് പരിഭ്രമിച്ച് ആദ്യം ഓടിയെത്തിയത് ഗോപസ്ത്രീകളാണ്. വണ്ടി ആകെ തകർന്ന് പൊടിയായിരിക്കുന്നു. വണ്ടിയാണ് തകർന്നു കിടക്കുന്നത് എന്ന് പോലും അറിയില്ല. എല്ലാവരും ഉണ്ണിക്കണ്ണനെ അന്വേഷിച്ചു. കണ്ണനുണ്ടോ ഭയം? അവൻ മോണ കാട്ടി ചിരിച്ചുകൊണ്ട് കിടക്കുന്നു. ഉണ്ണിക്ക് എന്തു പറ്റി? എന്തുണ്ടായി? കണ്ണൻ സുഖമായി ഉറങ്ങുകയായിരുന്നു. തക്കം നോക്കി ശകടാസുരൻ കൊട്ടാരത്തിനുള്ളിലേക്ക് കടന്നു. മായാവിയല്ലേ, എന്തു വേഷവും കെട്ടാലോ, ആരും അറിയുകയുമില്ല. പക്ഷേ കണ്ണന്റെ കണ്ണു കെട്ടാൻ ശകടനെ കൊണ്ടാവില്ല. താനൊന്നും അറിഞ്ഞില്ലെന്ന ഭാവത്തിൽ കണ്ണൻ കാലിട്ടടിച്ചു. അപ്പോൾ സംഭവിച്ചതെന്താ? കാലുകൊണ്ടുള്ള കണ്ണന്റെ അടിയേറ്റ് വണ്ടി തല കീഴായി മറിഞ്ഞു വീണു. അതാണ് നേരത്തെ കേട്ട ചടപടാ ശബ്ദം. കണ്ണന്റെ കരുത്തറിയാൻ കഴിഞ്ഞവർക്കല്ലേ അതിന്റെ കാരണം അറിയാൻ കഴിയൂ. വണ്ടി തനിയെ മറിയാൻ വഴിയില്ല. അത് എല്ലാവർക്കും അറിയാം. ആരോ തകർത്തതാണ്. കുഞ്ഞിക്കണ്ണന്റെ കാലുകൊണ്ടാണ് വണ്ടി മറിഞ്ഞ് തകർന്നതെന്ന കാവൽ നിന്നിരുന്ന
ഗോപബാലന്മാർ പറഞ്ഞു. അത് കണ്ടവർ കുട്ടികൾ മാത്രമാണ്. കുട്ടികളല്ലേ? അവർ പറഞ്ഞത് ആർക്കും വിശ്വാസമായില്ല. അവർ തന്നെ മറിച്ചിട്ടതാകാമെന്ന് എല്ലാവരും കരുതി. പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണന് അതറിയാം. മായാശക്തി കൊണ്ട് ശകടാസുരൻ വണ്ടിയിൽ ആരും കാണാതെ പ്രവേശിച്ചത് ഉണ്ണിക്കണ്ണനേ അറിയൂ. എന്നിട്ടോ വണ്ടി ഇളക്കി ഉയർത്തി. കണ്ണന് മുകളിൽ വണ്ടി കറക്കി നിർത്തി. എന്തിനാ? കണ്ണന്റെ ശരീരത്തിൽ മുകളിൽ നിന്ന് ശക്തിയോടെ വീഴ്ത്തുവാനായി. പക്ഷേ ഭഗവാൻ ഉണർന്ന് കണ്ണുമടച്ചു കിടക്കുകയാണെന്ന് പാവം രാക്ഷസന് അറിഞ്ഞുകൂടാ. വണ്ടി ശരീരത്തിൽ വീഴുമെന്ന നില വന്നപ്പോൾ കണ്ണൻ കൊടുത്തു കാലുകൊണ്ട് ഒരടി. ശകടം തകർന്ന് തരിപ്പണമായി വീഴുകയും ചെയ്തു. മായ കൊണ്ട് വണ്ടിയിൽ പ്രവേശിച്ച് കണ്ണനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ശകടാസുരനോ അവൻ വണ്ടിയോടൊപ്പം പൊടിയായി തീർന്നു. അസുരനെ കാണാൻ സാധിച്ചാലല്ലേ കണ്ണന് അപകടം പറ്റിയത് എങ്ങനെയെന്നറിയാൻ കഴിയൂ. വണ്ടി തകർന്നു കിടക്കുന്നു. കണ്ണന്റെ കരച്ചിലും കേൾക്കാം. അസുരനെ കൊന്ന കാര്യം കണ്ണന് മാത്രമേ അറിയൂ. യശോദ കണ്ണനെ എടുത്ത് കൊഞ്ചിച്ചു. ശകടാസുരന്റെ മായയൊന്നും കണ്ണന്റെ അടുത്ത് വിജയിച്ചില്ല. പാവം, അവൻ കരുതിയത് വണ്ടിയുടെ ഭാരവും അവന്റെ ഭാരവും കൂടി കണ്ണന്റെ ശരീരത്തിൽ വീണാൽ കണ്ണൻ മരിച്ചു പോകുമെന്നാണ്. പക്ഷെ സംഭവിച്ചതോ മറിച്ചു. പൊടി പോലും കാണിക്കാൻ സാധിക്കാത്ത വിധം ശകടാസുരൻ മരണപ്പെട്ടു.